പ്രിയ സഹോദരങ്ങളെ, ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നാം അഭിമാനത്തോടെയും നന്ദിയോടെയും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ഒന്നിച്ച് കൂടിയിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഈ മഹത്വകരമായിട്ടുള്ള സ്വാതന്ത്ര്യ ദിനത്തിന്റെ അനുമോദനങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനം ഒരു പതാക ഉയർത്തുന്ന ചടങ്ങ് മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനായി ത്യാഗം ചെയ്തവരെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അവരുടെ സ്വപ്നങ്ങളെ ആദരിക്കുന്ന ദിനമാണ്. നമുക്ക് ലഭിച്ച ഇന്ത്യയേക്കാൾ നല്ലൊരു ഇന്ത്യ അടുത്ത തലമുറയ്ക്ക് കൈമാറുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. സ്വാതന്ത്ര്യം ആരുടെ ത്യാഗത്തിന്റെ ഫലമാണെന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരാളുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതവിഭാഗത്തിന്റെയോ മാത്രം നേട്ടമല്ല, അത് അനേക തലമുറകളുടെ ത്യാഗത്തിന്റെ ഫലമാണ്. മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, സരോജിനി നായിഡു, അരുണ ആസഫ് അലി, റാണി ലക്ഷ്മിഭായി, ബിർസ മുണ്ട, അല്ലൂരി സീതാറാം, ടൈറ്റ് VC ചക്കരയ്യ, കാളിചന്ദ്ര ബാനർജി, അനേക ചാറ്റർജിമാർ, കമ്പൗണ്ടർ തോമസ് ജോൺ, അക്കാമ ചെറിയൻ തുടങ്ങി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ അനേകം മഹാന്മാരെ ഇന്ന് നാം നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. അതോടൊപ്പം ചരിത്ര പുസ്തകം താളുകളിൽ പേരില്ലാത്ത ലക്ഷക്കണക്കിന് കർഷകരെയും അതേപോലെ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ആദിവാസികളെയും സാധാരണ പൗരന്മാരെയും നാം മറന്നു പോകരുത്. ജയിലിൽ കിടന്നവർ ധാരാളമായിട്ടുണ്ടായിരുന്നു, സ്വത്ത് നഷ്ടപ്പെട്ടവർ ധാരാളം ഉണ്ടായിരുന്നു, കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടവർ ധാരാളം ഉണ്ടായിരുന്നു, ജീവൻ നഷ്ടപ്പെട്ടവർ ഉണ്ടായിരുന്നു. അവരുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില. അതുകൊണ്ടാണ് ഇന്ന് നാം അവരെ നന്ദിയോടെ ഓർക്കണമെന്ന് പറയുന്നത്. എന്നാൽ മാപ്പെഴുതി കൊടുത്ത ചില ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ രക്ഷപ്പെടാൻ വേണ്ടി മാപ്പെഴുതി കൊടുത്തിരുന്നു. നാം അവരുടെ പിന്തലക്കാരാകരുത് എന്നുള്ളതാണ് ഈ സമയത്ത് നാം എടുക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞ. സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തീയ സഭയുടെ പങ്കാളിത്തത്തെ കുറിച്ച് അല്പമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ക്രിസ്ത്യാനികൾ വഹിച്ച നിസ്തുല്യ പങ്കാളിത്തം അഭിമാനപൂർവ്വം നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയുകയില്ല. ക്രിസ്ത്യൻ മിഷണറിമാരും സ്ഥാപനങ്ങളും ഇന്ത്യയിലെ വിദ്യാഭ്യാസം, അച്ചടി, ഭാഷാ വികസനം, സ്ത്രീ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, സാമൂഹ്യ പരിഷ്കാരം, അതേപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം തുടങ്ങിയ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുവാൻ ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. വില്യം കേറി, വില്യം വാർഡ്, ജോഷുവ മാർഷ്മാൻ, അലക്സാണ്ടർ ഡഫ്, അതേപോലെ ഹെർമൻ ഗുണ്ടറ്റ്, CF ആൻഡ്രൂസ് തുടങ്ങിയവർ ഇന്ത്യയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയ വ്യക്തികളായിരുന്നു. തൽഫലമായ സ്വാതന്ത്ര്യം എന്ന ആശയം ജനങ്ങളുടെ മനസ്സിൽ ഒരു വിത്തായിട്ട് പാകപ്പെട്ടു. അതിന്റെ ഫലമാണ് ജനങ്ങളുടെ ഐക്യവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവശ്യകതയും. തുടർന്നുണ്ടായ പോരാട്ടങ്ങളും. പ്രത്യേകിച്ച് CF ആൻഡ്രൂസ് ഒരു ക്രിസ്ത്യൻ ആംഗ്ലിക്കൻ പുരോഹിതനായിരുന്നു. എന്നിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും ശക്തമായ പിന്തുണക്കാരനായിരുന്ന അദ്ദേഹം ആണ് നമ്മുടെ രാഷ്ട്രപിതാവായി തീർന്ന മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മുന്നണി പോരാളിയാക്കുവാൻ തക്കവണ്ണം സൗത്ത് ആഫ്രിക്കയിൽ പോയി കണ്ടെത്തുകയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇടയാക്കി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യദിനം തങ്ങളുടെ ജീവചരിത്രമാണ്. ഇത് നമ്മുടെ ചരിത്രമാണ്. എന്നാൽ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. 1947 ഇന്ത്യ വിദേശ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി എന്നാൽ ഒരു ചോദ്യം ഇന്ന് നമ്മോട് ചോദിക്കപ്പെടുന്നു. വിദേശ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയാൽ മാത്രം സ്വാതന്ത്ര്യം പൂർണ്ണമാകുമോ? ഇല്ല. ഇന്ന് നാം പോരാടുന്ന അടിമത്തങ്ങൾ ധാരാളമായിട്ടുണ്ട്. അഴിമതിയുടെ അടിമത്തം, അതേപോലെ അജ്ഞതയുടെ അടിമത്തം, അനീതിയുടെ അടിമത്തം, മയക്കുമരുന്നിന്റെ അടിമത്തം, വിദ്വേഷത്തിന്റെ അടിമത്തം, അന്ധവിശ്വാസത്തിന്റെ അടിമത്തം, കള്ള വാർത്തകളുടെ അടിമത്തം, സ്വാർത്ഥതയുടെ അടിമത്തം. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം അവസാനിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ വെറും ആത്മരക്ഷകർ മാത്രമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക നമ്മുടെ പ്രധാന വിളിയാണ്. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ ഉപ്പ് അത് കലരുന്നിടത്ത് സ്വാധീനം ചെലുത്തണം, വെളിച്ചം അത് പ്രകാശിക്കുന്നിടത്ത് ഇരുട്ടിനെ മാറ്റണം. അതുപോലെ സഭ സമൂഹത്തിൽ നിന്ന് പിന്മാറാനല്ല, സമൂഹത്തെ സ്വാധീനിക്കാനാണ് എപ്പോഴും ഉള്ള ഒരു മഹാനിയോഗം. പോയി സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് വളരെ കൃത്യമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. ശിഷ്യൻ പള്ളിയിൽ മാത്രം നല്ലവനായിരിക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ വീട്ടിൽ സത്യസന്ധനായിരിക്കണം, ജോലിയിൽ വിശ്വസ്തനായിരിക്കണം, വ്യാപാരത്തിൽ നീതിമാനായിരിക്കണം, പൊതുജീവിതത്തിൽ ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം. അതേപോലെ പരിവർത്തനം വ്യക്തിയിൽ ആരംഭിക്കണം. എന്നാൽ അതിന്റെ സ്വാധീനം സമൂഹത്തിലേക്ക് എത്തണം. രാഷ്ട്ര നിർമ്മാണം
നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ബൈബിളിൽ യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 29-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളെ പ്രവാസികളായി അയച്ചിരിക്കുന്ന നഗരത്തിന്റെ ക്ഷേമം അന്വേഷിപ്പീനെന്ന്. ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും ഈ ഒരു വലിയ വിളി പ്രസക്തമായിട്ടിരിക്കുകയാണ്. നാം നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമം അന്വേഷിക്കണം. എങ്ങനെയാണ് അത് സാധിക്കുക? അഴിമതിയെ നിരസിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട്, പൊതുസമ്പത്ത് സംരക്ഷിച്ചുകൊണ്ട്, മാലിന്യം വലിച്ചെറിയാതെയും ശുചിത്വം പാലിച്ചുകൊണ്ടും, അതേപോലെ ദുർബലരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും, അതേപോലെ മതസൗഹാർദ്ദം വളർത്തിക്കൊണ്ടും, നീതിക്കായി നിലകൊണ്ടുകൊണ്ട്, സത്യസന്ധമായി ജോലി ചെയ്തുകൊണ്ട് സേവകരാകുക എന്നുള്ളത്, സേവക നേതാക്കളെ വളർത്തിക്കൊണ്ട്, ഇതാണ് രാഷ്ട്രീയ നിർമ്മാണം എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം നാം വിസ്മരിക്കരുത്: ദേശീയത എന്ന് പറയുന്നത് അതൊരു ആരാധനയല്ല. ദേശീയ സേവനം ക്രിസ്ത്യാനികൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം: നമ്മുടെ ആരാധന ദൈവത്തിന് മാത്രമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ വാക്കുകൾക്കനുസൃതമായി നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അധികമായി സ്നേഹിക്കണം. നമുക്ക് ഇന്ത്യയെ ആരാധിക്കേണ്ടതില്ല, എന്നാൽ ഇന്ത്യയെ സേവിക്കണം. ഇന്ത്യയെ ദൈവമാക്കേണ്ടതില്ല, ഇന്ത്യക്കായി പ്രാർത്ഥിക്കണം. ഇന്ത്യയുടെ തെറ്റുകൾ മറച്ചു വെക്കേണ്ടതില്ല, അവ തിരുത്തുവാൻ പ്രവർത്തിക്കണം. രാജ്യസ്നേഹം വെറും മുദ്രാവാക്യങ്ങളല്ല, ഉത്തരവാദിത്തങ്ങളാണ്. 80-ാം സ്വാതന്ത്ര്യ ദിനത്തിനിടയിൽ നമ്മുടെ പ്രതിജ്ഞ ഇതായിരിക്കണം: നമുക്ക് ചില പ്രതിജ്ഞകൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അശ്രദ്ധയ്ക്ക് പകരം ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കണം. അഴിമതിക്ക് പകരം സത്യസന്ധതയെ നാം മുറുകെ പിടിക്കണം. വിദ്വേഷത്തിന് പകരം സമാധാനം തിരഞ്ഞെടുക്കണം. അനീതികൾക്ക് പകരം നീതി തിരഞ്ഞെടുക്കുകയും, അജ്ഞതയ്ക്ക് പകരം അറിവ് തിരഞ്ഞെടുക്കുകയും, സ്വാർത്ഥതയ്ക്ക് പകരം സേവനം തിരഞ്ഞെടുക്കുകയും, നിയമലംഘനത്തിന് പകരം നിയമ അനുസരണം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ഉണ്ടാകുകയും വേണം. അതേപോലെ തന്നെ വിഭജനത്തിന് പകരമായിട്ട് ഐക്യം നാം തിരഞ്ഞെടുക്കണം. ഇവ വെറും രാഷ്ട്രീയ പ്രതിബദ്ധതകളല്ല, ഇവ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രത്യേക പ്രകടനങ്ങളാണ്. നമ്മുടെ തലമുറയോട് ചരിത്രം ചോദിക്കുന്ന ചോദ്യം 1947 നമ്മുടെ മുൻഗാമികൾ ചോദിച്ചു: എപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകും? ഇന്ന് നമ്മുടെ ചോദ്യം: സ്വതന്ത്രരായ ഇന്ത്യയെ നാം എങ്ങനെയാണ് പൂർണ്ണമായി മാറ്റുവാനായിട്ടും പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനും കഴിയുക? നമ്മുടെ മക്കൾ ഒരു ദിവസം നമ്മോട് ചോദിക്കും: നിങ്ങൾക്ക് ലഭിച്ച ഇന്ത്യയെ നിങ്ങൾ എങ്ങനെയാക്കി? നിങ്ങൾ അഴിമതിക്കെതിരെ നിന്നോ? നീതിക്കായി നിലകൊണ്ടോ? ദുർബലതയെ സംരക്ഷിച്ചോ? ദുർബലരെ നിങ്ങൾ കാത്തു പരിപാലിച്ചോ? യുവതലമുറയെ നിങ്ങൾ പഠിപ്പിച്ചോ? സമൂഹത്തെ സേവിച്ചോ? നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ജീവിതത്തിലൂടെ തെളിയിച്ചോ? ഇതാണ് നമ്മുടെ തലമുറയുടെ പരീക്ഷണം. അവസാനം ആഹ്വാനമായിട്ട് ഞാൻ പറയട്ടെ, പ്രിയരെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ പോരാടി. നമ്മുടെ ദൗത്യം സ്വാതന്ത്ര്യത്തെ അർത്ഥപൂർണമാക്കുക എന്നാണ്. അവർ അടിമത്തത്തിനെതിരെ പോരാടി. അനീതിക്കും അജ്ഞതയ്ക്കുമെതിരെ, വിദ്വേഷത്തിനെതിരെ പോരാടണം. നാം അജ്ഞതയ്ക്കും വിദ്വേഷത്തിനുമെതിരെ പോരാടണം. അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി. നാം അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഇന്ത്യ നൽകണം. ക്രിസ്ത്യാനികൾ വെറും ആത്മരക്ഷകർ മാത്രമല്ല, നാം ക്രിസ്തു ശിഷ്യരാണ്, നാം സേവകരാണ്, നാം ഉത്തരവാദിത്വമുള്ള പൗരന്മാരാണ്, നാം ഉപ്പാണ്, നാം വെളിച്ചമാണ്, നാം രാഷ്ട്ര നിർമ്മാതാക്കളാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം: ഇന്ത്യയെ സ്നേഹിക്കുകയും, ഇന്ത്യക്കായി പ്രാർത്ഥിക്കുകയും, ഇന്ത്യയെ സേവിക്കുകയും, ഇന്ത്യയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും, നമുക്ക് ലഭിച്ച ഇന്ത്യയെക്കാൾ നല്ലൊരു ഇന്ത്യ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ എന്നുള്ള ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കണം. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ അറിയപ്പെട്ടവരുടെയും അറിയപ്പെടാത്തവരുടെയും നന്ദിയോടെ ഓർക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പറയാം: നമുക്ക് ഇന്ത്യയെ സേവിക്കാൻ സാധിക്കും, നമുക്ക് സത്യസന്ധരാകാൻ കഴിയും, നമുക്ക് നീതിപൂർവമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളാൻ കഴിയും, നമുക്ക് ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയും, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് അർഹമായ ഒരു ഇന്ത്യയെ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. വന്ദേ മാതരം. ജയ് ഹിന്ദ്.